ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഉച്ചം തൊട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇതിൽ നല്ല അടിപൊളി ചിക്കൻ ഗ്രേവി റെസിപ്പിയും ഗീ റൈസ് പിന്നെ സാമ്പാർ റെസിപ്പിയെല്ലാം ഇൻക്ലൂഡ് ആക്കിന്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണ് പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചിക്കൻ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10-15 ഉള്ളി, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത്, ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഉണക്കിയത് ഇട്ട് കൊടുത്ത്, കാന്താരി മുളകിലും പച്ചമുളക് ഇട്ടാലും മതി. ഇനി ഇതിൽ ക്രഷ് ആക്കിയിട്ടെടുക്കാം. നല്ല നൈസാവണമെന്നില്ല, ജസ്റ്റ് അങ്ങനെ ക്രഷ് ആക്കിയാൽ മതി. ഇനി തേങ്ങ പൂണ്ടിയതിന് അടുപ്പിൽ ചുട്ടെടുത്താലും മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടിയിൽ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താലും മതി. ഇതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ക്രഷ് ആക്കി എടുക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, കുറച്ച് കടുകും പിന്നെ ഉള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത്, 1.5 സ്പൂണിൻ്റെ അത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണിൻ്റെ അത്ര ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്ത്, ഇതൊക്കെ ചില്ലി ഫ്ലേക്സ് മതിയായില്ല, പിന്നെ 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് അപ്പോൾ 4 സ്പൂണായി. പിന്നെ 1 സ്പൂണ് പെരിഞ്ചീരകം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അതിൽ പച്ചമണം പോകുന്നവരെ നല്ലോണം മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ആക്കി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. തേങ്ങ ചുട്ടെടുത്ത കൊണ്ട് നല്ല മണം ഉണ്ടാവും. ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കറി. നിങ്ങൾ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കി. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടേ കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തത്, അതിനെ നല്ലോണം മിക്സാക്കാം. ഫ്ലെയിം ഫുള്ളിൽ വെച്ചിട്ട് ആക്കണം. പിന്നെ അത് വേവുമ്പോൾ മാത്രം ഞങ്ങൾ ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിലാക്കി വെക്കണം. ഇപ്പോൾ ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് ഒരു 20 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഗീ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണ ചൂടായ പിന്നെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത്, പട്ട, കറാമ്പ്, ഏലക്കി, പെരിഞ്ചീരക, കുരുമുളകെല്ലാം ഇട്ട് കൊടുത്ത്, എല്ലാം കുറച്ച് തന്നെ ഇടുന്നത്, ജാസ്തി ഇടില്ല. പിന്നെ ഒരു ബിരിയാണി ലീവ്സ് ഇട്ടിട്ട് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുത്ത്, ഞാനിവിടെ പകുതി ഉള്ളിയേ എടുത്തിട്ടുള്ളൂ. ഉള്ളി ഒരു ബ്രൗൺ കളർ ആയ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിന് ഈ ഗ്ലാസ്സിൽ അളന്നിട്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഇനി വെള്ളം തിളച്ച പിന്നെ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിലാക്കി എടുക്കുക. ഇപ്പോഴത്തെ ചിക്കൻ കറക്റ്റായിട്ട് വെന്തിന് ഞാൻ ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത്, അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഉണ്ടായി. ഇപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി പിന്നെ ചെറുതായിട്ട് കട്ടാക്കി മല്ലിച്ചപ്പിട്ടിട്ട് മൂടി വെക്കാം. ഇനി സാമ്പാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, പരിപ്പ് ഒരു 1/4 കപ്പ് മതി, പരിപ്പ് നല്ലോണം കയറ്റി അത് ഇട്ട് കൊടുത്ത്, പിന്നെ 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിൽ ഫുള്ള് ഫ്ലെയിമിലാക്കുക, ഒരു വിസിൽ ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് അതിനെ ഒരു വിസിലാക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിന് പിന്നെ അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് പുളിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിന് ആവശ്യത്തിന് വേണ്ടി ഇത്ര വെള്ളം ഒഴിച്ചിട്ട് അതിന് തിളക്കാൻ വെക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് തിളക്കാൻ വെച്ച്, കറി തിളക്കുമ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണ ചൂടായി പിന്നെ കുറച്ച് കടുക്, കുറച്ച് ജീരകം, പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത്, വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച പിന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ട് കട്ടാക്കി മല്ലിച്ചപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കാം. ഇപ്പോൾ ചോറും കറിയും പിന്നെ ചിക്കൻ ഗ്രേവി എല്ലാം റെഡി ആയിന്.
അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ലഞ്ച് കഴിച്ച്. ഇന്ന് കുട്ടികളുണ്ട്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളുണ്ടായിട്ടില്ല. അങ്ങനെ ഉച്ചക്ക് കുട്ടികളും ഞാനെല്ലാം ചോറ് കഴിച്ച്. ഇത് നോമ്പിന് മുമ്പ് എടുത്ത വീഡിയോ, ഫെബ്രുവരി 28-ന് 28-ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. ആ ദിവസം എടുത്ത വീഡിയോ ഇത്. അപ്ലോഡ് ആക്കുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഗീ റൈസിക്ക് സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കി. പിന്നെ ചിക്കൻ ഇങ്ങനെ ഗ്രേവി ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പൊറോട്ടക്കും പിന്നെ പത്തൽക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചപ്പാത്തി പൊറോട്ടക്കെല്ലാം. ഞാൻ പിന്നെ കുട്ടികൾ പെരലുണ്ടെങ്കിൽ ഞാൻ കുട്ടികൾക്ക് ചോറ് ബായിക്ക് തന്നെ കൊടുക്കൽ. അങ്ങനെ രണ്ടാൾ അപ്പുറത്തിരുന്നിട്ട് ഞാൻ കുട്ടികൾക്ക് ചോറ് ബായിക്ക് കൊടുത്തോണ്ടുണ്ട്, ഇല്ലെങ്കിൽ ചോറേ ഉപയോഗിക്കുന്നില്ല അവർ. ഫെബ്രുവരി 29-ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. അങ്ങനെ ഫെബ്രുവരി 29 4 കൊല്ലത്തേക്ക് ഒരു പ്രാവശ്യം വരുന്നത് കൊണ്ട് ഞങ്ങൾ 28-ന് നൈറ്റ് രാത്രി 12 മണിക്ക് സെലിബ്രേറ്റ് ആക്കിയത്. അങ്ങനെ ഹസ്ബൻഡിക്ക് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വന്നിട്ട് റൂമിലിരുന്നത്. ഇവർ 11 മണിയായിട്ടുണ്ടായി വരുമ്പോൾ കുട്ടികൾ ഉമ്മെല്ലാം പ്ലാനിങ് ആക്കിയിട്ട് ഉറങ്ങുന്നപ്പോൾ ആക്ടിങ് ആക്കിയോണ്ടേ. അങ്ങനെ കുട്ടികൾ ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഇവർ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ കുളിക്കാൻ പോയപ്പോൾ കുട്ടികളെല്ലാം എണീച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റൂം ഒരു സെറ്റപ്പ് ആക്കി, കേക്കെല്ലാം കൊടുന്ന് വെച്ച് പിന്നെ കുറച്ച് ഡെക്കറേഷനെല്ലാം ആക്കിയിട്ട് എല്ലാവരും റൂമിൻ്റെ ഉള്ളിൽ ബാതിലടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായി. അങ്ങനെ അവർ കുളിച്ചിട്ട് വരുമ്പോൾ ഇവർക്ക് ഫുള്ള് സർപ്രൈസ് ആക്കിയത്. ഞങ്ങൾക്കും കുട്ടികൾക്കെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ മൂമെൻറ്റെല്ലാം സെലിബ്രേറ്റ് ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയായിട്ട് കേക്കെല്ലാം കൊടുന്ന് വെച്ചത്. കുട്ടികൾ തന്നെ എല്ലാം പൈസ എല്ലാം ചിലവിട്ടിട്ട് കേക്ക് വാങ്ങിനെ, കോൾഡ് കേക്ക്. അങ്ങനെ കേക്കെല്ലാം കട്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത്. അത് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഐസ് ഉണ്ടായി, അതിനുമ്മ അങ്ങനെ എക്സ്പ്രഷൻ കൊടുത്തത്. ബർത്ത്ഡേ വരുന്നത് 29 നമുക്ക് 29 അല്ലേ? 4 കൊല്ലത്തേക്ക്. ഞാൻ കേക്കെല്ലാം കൊടുത്തിട്ടായിട്ട് ഞാൻ ജാമുൻ ആക്കിയിട്ടുണ്ടായി. ജാമുൻ അങ്ങനെ എല്ലാവർക്കും ഷെയർ ആക്കി. ഇപ്പോൾ കൊല്ലം ഞാൻ ഒരു ബർത്ത്ഡേ 28-ന് നൈറ്റ് 12 മണിക്ക് ആക്കൽ. എന്താ പറഞ്ഞാൽ 29 4 കൊല്ലത്തേക്ക് ഒരു പ്രാവശ്യം വരുന്നത്. കഴിഞ്ഞ കൊല്ലം 29 ഉണ്ടായി, ഇനിയും 4 കൊല്ലം കഴിയണം 29 വരണമെങ്കിൽ. അങ്ങനെ നൈറ്റ് 12 മണിക്ക് ആക്കൽ. 28-ന് നൈറ്റ് 12 മണിക്ക് ആക്കിയത്. ഇവർക്ക് ഈ ബർത്ത്ഡേ ആക്കുന്നൊന്നും ഇഷ്ടമില്ല. അതിൽ ഞാനും കുട്ടികളും ഇങ്ങനത്തെ ചെറിയ ചെറിയ മൂമെൻ്റ് എല്ലാം നല്ല സെലിബ്രേറ്റ് ആക്കും. അങ്ങനെ കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഓരോരുത്തരെന്നെ ഗിഫ്റ്റ് കൊടുത്തോണ്ടുള്ളത്. ഫസ്റ്റ് മോന് കൊടുത്ത്, പിന്നെ മോള് കൊടുത്തു. മോളത് 2 ഗിഫ്റ്റ് ഉണ്ടായി. കുട്ടികളെല്ലാം മീഷോന്ന് വാങ്ങി. പിന്നെ ഞാൻ നോമ്പക്ക് സാധനം മേടിക്കാൻ പോയിട്ടുണ്ടായി. അങ്ങനെ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയത്. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ റാപ്പറെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി. അങ്ങനെ ഗിഫ്റ്റൊക്കെല്ലാം കുട്ടികൾ തന്നെ റാപ്പിംഗ് ആക്കിയത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഓരോന്നെ ഗിഫ്റ്റ് പാക്ക് ആക്കി തന്നിട്ടുണ്ടായി. അങ്ങനെ പേരിൽ തന്നെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഓൻ്റെ ഗിഫ്റ്റെല്ലാം ഇട്ട് കൊടുത്തിന് മോന്. അതിൽ ഇങ്ങനത്തെ കണ്ണാടി ഉണ്ടായി. ആ കണ്ണാടി കുട്ടികൾക്ക് തന്നെ ഓപ്പസ് കൊടുത്ത് നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായി. ചോക്ലേറ്റ് എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ആക്കി. കിറ്റ്കാറ്റ് ഉണ്ട് ഇതിൽ ഇല്ലല്ലോ. ഇനിയിപ്പോൾ മോളെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കിക്കൊണ്ടുള്ളത്. ഇത് ഓരോ ഫോട്ടോ വെച്ചിട്ട് ഒരു കീ ബെഞ്ച് ആക്കിനവർ. ഇത് മീഷോയിൽ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി, അപ്പോൾ അവരിങ്ങനെ കീ ബെഞ്ച് ആക്കി തരും. ഇത് കണ്ട് ഭയങ്കര ഇഷ്ടമായി അവർക്ക്. ഇനി മോളെ തന്നെ എന്നൊരു ഗിഫ്റ്റ് അത് ഓപ്പൺ ആക്കിക്കൊണ്ടുള്ളത്. അങ്ങനെ മോളൊരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു വാച്ച് കൊടുത്ത്. ഇതും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി അവർക്ക്. വാച്ച് കുറേ ഉണ്ട് അവരുടെ അടുത്ത്. ഓരോർക്ക് പോകുമ്പോൾ ഓരോന്ന് കെട്ടിക്കൊണ്ട് പോകും. അങ്ങനെ കുട്ടികൾക്ക് പോക്കറ്റ് മണി കൊടുത്ത പൈസ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് മേടിച്ചത്. സൂപ്പർ വാച്ച്, സൂപ്പർ വാച്ച് നല്ലുണ്ട്.
ഓർഡർ അന്ന് കിട്ടണ്ടേ നോക്കിയപ്പോ ചെറിയ കുട്ടികളൊക്കെ ഇനി എന്റെ വക അമ്മന്റെ വക അമ്മന്റെ വക. അങ്ങനെ കുട്ടികളെ രണ്ടാൾ ഗിഫ്റ്റ് ഓപ്പൺ ആക്കി തരും. ലാസ്റ്റേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ആക്കി കൊണ്ടുവരുന്നത്. പ്ലാസ്റ്റിക് ഫുള്ള് പ്ലാസ്റ്റിക് അത്രയുള്ള പ്ലാസ്റ്റിക് ആക്കി ഡോറെ ആക്കി ഞാനൊരു കോട്ടൺ ഷർട്ടും ഒരു നൈറ്റ് പാൻറ്റും വാങ്ങി കൊടുത്തത്. നല്ല ബ്രാൻഡഡ് തന്നെ വാങ്ങിയത്, കുറച്ച് കോസ്റ്റ്ലി ഉള്ളത് തന്നെ. അവർ എപ്പോഴും പെരുന്നാൾക്ക് എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് നല്ല നല്ല ഡ്രസ്സ് മേടിച്ച് തരും. അവർ മാത്രം വലിയ ബ്രാൻഡഡ് എടുക്കില്ല, ഒരു സാധാരണ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ അങ്ങനത്തെ തുണിയിൽ മേടിക്കില്ല. പിന്നെ ഓരോ പെരുന്നാൾക്ക് ഞമ്മക്ക് മേടിച്ചാലും ഓർക്ക് മേടിക്കുകയില്ല, അങ്ങനെല്ലാം ആക്കും. അങ്ങനെ കൊണ്ട് ഞാൻ ഇപ്പോൾ പെരുന്നാളും വരുന്നതല്ല, അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു നൈറ്റ് പാൻറ്റും ഒരു കോട്ടൺ ഷർട്ടും വാങ്ങിയത്. നൈറ്റ് പാൻറ്റ് പിന്നെ ഇവർക്ക് ജാസ്തി ഇവർക്ക് യൂസ് ആകുന്നത് നൈറ്റ് പാൻറ്റ്. എന്താ പറഞ്ഞാൽ ലോറിയിലെല്ലാം പോകുമ്പോൾക്ക് ഇവർക്ക് നൈറ്റ് പാൻറ്റ് ജാസ്തി വേണമെന്ന്. ഇത് പിന്നെ കുറച്ച് ബ്രാൻഡഡ് ആയതുകൊണ്ട് നല്ല വാണിക്ക് വരുന്നത്. അങ്ങനെ കൊണ്ട് നല്ല നൈറ്റ് പാൻറ്റ് ഒന്ന് എടുത്ത് നോക്കിയാ അന്നില്ലെങ്കിൽ റിട്ടേൺ ആക്കാൻ നോക്കി ഇട്ട് നോക്കാനല്ലേ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റെല്ലാം ഇട്ട് നോക്കിയത്. പിന്നെ ഡ്രസ്സ് ഏതെങ്കിലും ഫിറ്റിങ് കറക്റ്റ് ഇല്ലെങ്കിൽ റിട്ടേൺ ആക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇടാൻ പറഞ്ഞത്. അപ്പോൾ കുട്ടികൾ കൊടുത്ത ഗിഫ്റ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ കണ്ണാടിയെല്ലാം ഇട്ടിട്ട് ഫോട്ടോത്തിലേക്ക് പോസ് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനും കുട്ടികൾ, ഉമ്മ, ഹസ്ബൻഡെല്ലാം ഡിന്നർ കഴിച്ച്. പിന്നെ ഞാൻ ഉച്ചക്കാക്കിയ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായി. പിന്നെ ഇവർ വരുമ്പോൾ പൊറോട്ട എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പൊറോട്ടയും ഗ്രേവിയെല്ലാം കൂട്ടി ഡിന്നർ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.